മുക്കത്ത് ജുമാ പോലും പള്ളിയിൽ നമസ്കരിക്കാതെ സമരത്തിന്റെ ഭാഗമായി റോട്ടിൽ നിന്ന് നിസ്കരിച്ചു. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? ആ സമരം ചെയ്തവരുടെ, നമസ്കരിച്ചവരുടെ അവരുടെ ഉദ്ദേശം പോലീസിനെ കൊണ്ടവരെ തല്ലിക്കുക, എന്നിട്ട് നമസ്കരിക്കുന്നവരെ തല്ലി എന്ന് നാട്ടിൽ പറഞ്ഞു നടക്കുക. അത് പൊളിച്ചില്ലേ? പിണറായി വിജയൻ അമ്മായിക്കളി കളിക്കുന്നില്ല എന്നാണ് ഇവിടെ പലരുടെയും ആക്ഷേപം. എല്ലാവരുടെയും അമ്മായിയായി, എല്ലാവരുടെയും തോളത്ത് കൈവച്ച് നടക്കാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. അവരൊന്നും ഭരണനിർവഹണത്തിൽ ആർക്കെങ്കിലും എടുത്തു പറയാവുന്ന ഒരു കാര്യം ചെയ്തു കൊടുത്തു എന്ന് പറയാൻ സാധിക്കില്ല. SDPI പോലെയുള്ള സംഘടനകൾ, അതുപോലെ തന്നെ സംഘ് പരിവാറിന്റെ ഓരം ചേർന്ന് നടക്കുന്ന മറ്റു സംഘടനകൾ, അവർക്കൊക്കെ പിന്നിൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, അവരെല്ലാം നിന്ന് സമരം ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇവിടുത്തെ വലതുപക്ഷ വാർത്താ മാധ്യമങ്ങൾ മുഴുവൻ ആ സമരക്കാരുടെ കൂടെ നിന്നുകൊണ്ട് സർക്കാരിനെതിരായി ഘോരഘോരം പ്രസംഗിച്ചത് മറന്നുപോയോ ഈ നാട്ടിലെ ജനങ്ങൾ? അന്ന് മാധ്യമങ്ങളുടെ ഉപദേശം കേട്ട് ഈ സമരാഭാസക്കാരുടെ സമരത്തെ ഭയപ്പെട്ട് സ്ഥലമേറ്റെടുക്കുന്നതിൽ നിന്ന് സർക്കാർ പിറകോട്ട് പോയിരുന്നു എങ്കിൽ ഇന്ന് കാണുന്ന ആ ദേശീയപാത ഉണ്ടാകുമായിരുന്നില്ല. ഒരൊറ്റ വ്യക്തിയുടെയും കണ്ണുനീര് വീണ് കുതിരാത്ത മണ്ണിലാണ് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദേശീയപാതയുടെ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. 8 വരി പാതയാണ് വരാൻ വേണ്ടി പോകുന്നത്. 2 സർവീസ് റോഡുകൾ, അതിന് പുറമെ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റായി പോകാൻ 3 വാഹനങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കും വിധമുള്ള 6 വരി പാത. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്, ലീഗ് ഉൾക്കൊള്ളുന്ന ഗവൺമെന്റ് ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ഫയല് പൂട്ടിവെച്ച് പോയതാണ്. ആ ഫയലാണ് ഒന്നാം പിണറായി സർക്കാർ പൊടിതട്ടിയെടുത്ത് സ്ഥലമേറ്റെടുത്തു. എല്ലാവർക്കും കൈനിറയെ പണം കൊടുത്തു. ആളുകളോട് പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ സ്ഥലത്തിനും നിങ്ങളുടെ വീടിനും നിങ്ങൾ നിശ്ചയിക്കുന്ന വില, നിങ്ങൾ ആഗ്രഹിക്കുന്ന വില, മോഹവില, അത് സർക്കാർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഭൂമിയിൽ നിന്നും നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങൾ ഇറങ്ങിയാൽ മതി. ഇന്ത്യ രാജ്യത്ത് അങ്ങനെ സ്ഥലമേറ്റെടുക്കുമ്പോ ഒരു ജനതയോട് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കഴിയുമോ? സഖാവ് പിണറായി വിജയന്റെ നെഞ്ഞൂക്കിലും ചെങ്കൂറ്റത്തിലുമാണ് നമ്മളുടെ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമായത്. അല്ലെങ്കിൽ ഒരിക്കലും ഖിയാമത്ത് നാൾ വരെ ആ പദ്ധതി കേരളത്തിൽ യാഥാർത്ഥ്യമാകുമായിരുന്നില്ല. കഴിഞ്ഞ തവണ വലിയ ചൂടായിരുന്നല്ലോ. നമ്മളുടെ ആരുടെയെങ്കിലും വീട്ടിൽ രാത്രി ഒരു നേരമെങ്കിലും കറണ്ട് പോയോ? പവർ കട്ട് ഏർപ്പെടുത്തിയോ സർക്കാർ? എല്ലാവരുടെയും വീടുകളിൽ ഫാനും AC-യും 24 മണിക്കൂറുമല്ലേ പ്രവർത്തിച്ചത്? കേരളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാതെ എവിടെ നിന്ന് നമുക്ക് വൈദ്യുതി കിട്ടി? ആകാശത്ത് നിന്ന് ആരെങ്കിലും വൈദ്യുതി തന്നോ? നമുക്ക് ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുത്തോ നമ്മൾ വൈദ്യുതി? 380 കിലോമീറ്റർ വലിയ ലൈൻ വലിച്ചുകൊണ്ടാണ് വൈദ്യുതി കൊച്ചിയിലെത്തിച്ചത്. കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കി സഖാവ് പിണറായി വിജയൻ. അതും ദേശീയപാതക്ക് സ്ഥലമേറ്റെടുക്കുന്നത് പോലെ മുടങ്ങിക്കിടക്കുകയായിരുന്നു. കാരണം വലിയ ലൈനാണ് വലിക്കേണ്ടത്. അത് നമ്മളുടെയൊക്കെ പറമ്പിന്റെ മുകളിലൂടെ പോകും, വീട്ടിന്റെ മുകളിലൂടെ പോകും. അപ്പോ അതിന് എതിർപ്പ്, അത് പറ്റില്ല എന്ന് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു. പ്രത്യേകിച്ച് പുരോഹിതന്മാർ അതിനെതിരായി രംഗത്ത് വന്നു. അവരെ രംഗത്തിറക്കി. ഉമ്മൻചാണ്ടി ആ പുരോഹിതന്മാരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കൊച്ചി ഇടമൺ പവർ ഹൈവേ ഈ വലിയ ലൈൻ വലിക്കുന്നത് നിർത്തിവെച്ചു, വേണ്ടെന്ന് വെച്ചു. ആ ഫയലും ഒന്നാം പിണറായി സർക്കാർ പൊടിതട്ടിയെടുത്ത് ആ സ്ഥലത്ത് സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ അണിനിരത്തി ലൈൻ വലിച്ചു.
ആ ലൈന് വലിച്ചില്ലായിരുന്നു എങ്കിൽ കഴിഞ്ഞ ചൂടിന്റെ സമയത്ത്, കൊടും ചൂടിന്റെ സമയത്ത് നമ്മളുടെ വീടുകളിൽ ഫാനുകൾ കറങ്ങുമായിരുന്നില്ല, AC പ്രവർത്തിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. അതും സാധ്യമാക്കിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചെങ്കൂറ്റത്തോടു കൂടിയിട്ടുള്ള നിലപാടും സമീപനവുമാണ്. പിണറായി വിജയൻ അമ്മായിക്കളി കളിക്കുന്നില്ല എന്നാണ് ഇവിടെ പലരുടെയും ആക്ഷേപം. എല്ലാവരുടെയും അമ്മായിയായി, എല്ലാവരുടെയും തോളത്ത് കൈവച്ച് നടക്കാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. അവരൊന്നും ഭരണനിർവഹണത്തിൽ ആർക്കെങ്കിലും എടുത്തു പറയാവുന്ന ഒരു കാര്യം ചെയ്തു കൊടുത്തു എന്ന് പറയാൻ സാധിക്കില്ല. അത് കർശന സ്വഭാവത്തോടുകൂടി നേരിടേണ്ടതിനെ കർശന സ്വഭാവത്തോടുകൂടി നേരിടണം. പോലീസിനെ ഇറക്കി പ്രാവർത്തികമാക്കേണ്ടത് പോലീസിനെ ഇറക്കി തന്നെ പ്രാവർത്തികമാക്കണം. അതിന് സാധിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, മംഗലാപുരം മുതൽ കൊച്ചി വരെ ഗ്യാസ് വാതക പൈപ്പ് ലൈൻ, പാചക വാതക പൈപ്പ് ലൈൻ, ആ പൈപ്പ് ലൈൻ ഇടുന്നതിനെതിരായി എന്തൊക്കെയായിരുന്നു ഇവിടെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. അവിടെ ചില മതസംഘടനകൾ അവർ രംഗത്തിറക്കി. കോൺഗ്രസും ലീഗും മുക്കത്തൊക്കെ സംഭവിച്ചത് നമ്മൾ കണ്ടല്ലോ. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? ഇതിലൂടെ ലൈൻ പോയാൽ ഇവിടെ ആകെ പൊട്ടിത്തെറിക്കും. ഹിരോഷിമയിലും നാഗസാക്കിയിലും എന്താണോ ഉണ്ടായത് അത് കേരളത്തിലും ഉണ്ടാകും. എന്നിട്ടിപ്പോ എന്തായി? ആ ലൈനിലൂടെ ഇപ്പോ ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലൊക്കെ വീടുകളിലേക്ക് ഗ്യാസ് എത്താൻ വേണ്ടി തുടങ്ങി. മംഗലാപുരത്ത് നിന്ന് കൊച്ചിയിലെത്തുന്ന ഈ പാചകവാതകം വിതരണം തുടങ്ങി. ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടോ? എവിടെങ്കിലും പൊട്ടിത്തെറിച്ചോ? ആ പൈപ്പിട്ട സ്ഥലത്തിന്റെ മുകളിൽ ഞാറുപാകുന്നു. വല്ല കുഴപ്പമുണ്ടായോ? ഏതെങ്കിലും കർഷക തൊഴിലാളി അതിൽ നിന്ന് ഗ്യാസ് പുറത്തേക്ക് വന്ന് തീപിടിച്ച് മരിച്ചതായി വാർത്തയിൽ വല്ല സ്ഥലത്തും നിങ്ങൾ കണ്ടോ? മുക്കത്ത് ജുമാ പോലും പള്ളിയിൽ നമസ്കരിക്കാതെ സമരത്തിന്റെ ഭാഗമായി റോട്ടിൽ നിന്ന് നിസ്കരിച്ചു. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? ആ സമരം ചെയ്തവരുടെ, നമസ്കരിച്ചവരുടെ അവരുടെ ഉദ്ദേശം പോലീസിനെ കൊണ്ടവരെ തല്ലിക്കുക, എന്നിട്ട് നമസ്കരിക്കുന്നവരെ തല്ലി എന്ന് നാട്ടിൽ പറഞ്ഞു നടക്കുക. അത് പൊളിച്ചില്ലേ? ഒരിക്കലും നടക്കില്ല പദ്ധതി എന്ന് വീമ്പിളക്കിയ ആളുകളുടെ മുന്നിലൂടെ മംഗലാപുരം മുതൽ കൊച്ചി വരെ ഏതാണ്ട് 400ഓളം കിലോമീറ്റർ ആ വാതക പൈപ്പ് ലൈൻ ഭൂമിക്കടിയിലിട്ടില്ലേ? ഗ്യാസ് പൈപ്പ് ലൈൻ പണി പൂർത്തിയായില്ലേ? അത് പണി പൂർത്തിയാകുമായിരുന്നോ? സഖാവ് പിണറായി വിജയൻ അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നിരുന്നത് എങ്കിൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയായിരുന്നു കളിച്ചത്? ഒരു ഭാഗത്ത് മുസ്ലിം വർഗീയവാദികളെയാണ് രംഗത്തിറക്കിയത്, മറുഭാഗത്ത് ഹിന്ദു വർഗീയവാദികളെ രംഗത്തിറക്കി. എന്നാൽ വിഴിഞ്ഞം പോർട്ടിനെതിരായി, തുറമുഖത്തിനെതിരായി രംഗത്തിറക്കിയത് ക്രിസ്ത്യൻ പുരോഹിതന്മാരെയും ക്രിസ്ത്യൻ വർഗീയവാദികളെയുമാണ്. എന്തൊക്കെയായിരുന്നു അന്ന് ചില പാതിരിമാര് പറഞ്ഞത്? അന്ന് പോർട്ടിന്റെ ചുമതല വഹിച്ചിരുന്ന നമ്മളുടെ തിരൂർ സ്വദേശിയായിട്ടുള്ള നമ്മളുടെ പ്രിയപ്പെട്ട മന്ത്രി അബ്ദുറഹിമാനെതിരായി ഒരു പാതിരി പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അബ്ദുറഹിമാൻ എന്ന പേരിൽ വർഗീയതയുണ്ട് എന്ന്. അന്ന് അതിനെതിരായി ശക്തമായി ഈ ഉള്ളവൻ പ്രതികരിച്ചത് ഞാൻ ഓർക്കുന്നു. ഒരു പോലീസ് സ്റ്റേഷൻ അടിച്ച് തകർത്തില്ലേ? സർക്കാർ പിന്നോട്ട് പോയോ? സർക്കാർ അതിനെ ശക്തമായി നേരിട്ടു. വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്ന് കപ്പലെത്തി, ചരക്ക് കപ്പലെത്തി. ഈ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു പോർട്ടായി വിഴിഞ്ഞം മാറാൻ വേണ്ടി പോവുകയാണ്. ആ വിഴിഞ്ഞം തുറമുഖം കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത് എങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. 4 പുരോഹിതന്മാര് നടത്തുന്ന സമരം കണ്ടാൽ അവര് അത് വേണ്ടെന്ന് വെക്കുമായിരുന്നില്ലേ? 4 ജമാഅത്തെ ഇസ്ലാമിക്കാര്, SDPIക്കാര് രംഗത്തിറങ്ങി എന്ന് കണ്ടാൽ
പാചകവാതക പൈപ്പ് ലൈൻ ഇടുന്ന പദ്ധതി ഉപേക്ഷിക്കുമായിരുന്നില്ലേ? എല്ലാം ഈ രാജ്യത്ത് വേണം എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചതുകൊണ്ട് ഈ 4 വൻ പദ്ധതികൾ നമ്മളുടെ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമായി.